ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ചാനലിൽ 2 സെഷനായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഒന്ന് മോർണിംഗ് സെഷൻ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രീ മാർക്കറ്റ് റിപ്പോർട്ടും, മറ്റൊന്ന് ഈവനിങ് സെഷൻ, അതായത് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഇതിലുള്ള ഡാറ്റ കളക്ട് ചെയ്ത് പോകുന്നവർക്ക് അത്യാവശ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ദെൻ ഇന്ന് 2024 ഏപ്രിൽ 12 ഫ്രൈഡേ ആണ്, ഒരു വാരാന്ത്യമാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസത്തെ ട്രേഡുകൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളതെന്ന്. ആദ്യമായിട്ട് ഒരു മെസ്സേജിലൂടെ നമുക്ക് പോവാം. ഡൗട്ട് ഈസ് ദ എനിമി ഓഫ് വിക്ടറി. സംശയാലുക്കളായ ആൾക്കാർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന ഒരു മെസ്സേജ്. ഇത് ട്രേഡേഴ്സിൻ്റെ ഇടയിൽ എത്രത്തോളം വർക്കൗട്ടാകും, ഈ ഒരു സന്ദേശം എത്രത്തോളം ക്ലിയർലി ട്രേഡേഴ്സിൻ്റെ ഇടയിൽ വർക്കൗട്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാജയപ്പെട്ടു പോകുന്നത് ഈ സംശയം കാരണമാണ്. ഏതൊരു ട്രേഡറും അയാൾക്കൊരു സ്ട്രാറ്റജി, അതായത് സ്വന്തമായി അനലൈസ് ചെയ്ത് പോകുന്നവരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സർവീസ് എടുത്ത് പോകുന്ന ആൾക്കാർ ആര് തന്നെയായാലും അവർക്കൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആളിന്, സംശയാലുമായ ആളിന്, ഈ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ, എക്സാമ്പിളായിട്ട് അങ്ങനെ പറയാം, അങ്ങനെയാണെങ്കിൽ ആദ്യം ഏതൊരു സ്ട്രാറ്റജിയും ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ടെസ്റ്റ് യുവർ സ്ട്രാറ്റജി, ദെൻ ട്രസ്റ്റ് യുവർ സ്ട്രാറ്റജി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തു, കുറേ കണ്ടീഷൻസൊക്കെ വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ ആ സ്ട്രാറ്റജി ഒരു 2 or 3 months ഒന്ന് ടെസ്റ്റ് ചെയ്തു, എല്ലാ സിറ്റുവേഷനിലും അത് സക്സസ്ഫുൾ ആകും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ട്രാറ്റജിയെ വിശ്വസിക്കാൻ, ജസ്റ്റ് ഫോളോ ചെയ്യുക, അതിനെ വിശ്വസിച്ചിട്ട് പോവുക. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക അറ്റ്ലീസ്റ്റ് 1 year. ആ സമയം കൊണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അത് പ്രത്യേകിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് 2 or 3 അല്ലെങ്കിൽ കൂടി വന്ന ഒരു 5 ദിവസം അവർ ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത് വെച്ചിട്ട് മുന്നോട്ട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇതെനിക്ക് 2 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തേന് സ്വാഭാവികമായിട്ടുണ്ടാകും ഇത് വിജയിക്കുമോ, ഈ ട്രേഡ് വിജയിക്കുമോ എന്നുള്ള കണ്ടിന്യൂസ്ലി ഒരു ഉള്ളിലൊരു പേടി വന്നു തുടങ്ങും. അങ്ങനെ പേടി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിലുണ്ടെങ്കിൽ, ഏതാണോ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമുക്ക് വന്നു ചേരുക. സോ സ്റ്റോപ്പ് ലോസ് എന്ന് കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് കൈ തരും. അത് ചിലപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഫെയിലിയർ പോയിന്റ് ആയിരിക്കാം. അത് എന്ത് തന്നെയായാലും സംശയാലുവായ ഒരാൾക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ മറ്റൊരാളുടെ സർവീസിലാണെങ്കിലും, നിങ്ങളുടെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുന്നതാണെങ്കിലും, ഫസ്റ്റിൽ മേക്ക് ഷുവർ നിങ്ങൾ അതായത് ആ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആണ് എന്ന കാര്യത്തിൽ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്തിട്ട്, അതായത് നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി വായ്പ വാങ്ങിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം വണ്ടി കയറുന്നതിന് മുമ്പേ ആ കാറിൻ്റെ ചുറ്റും നടന്ന ടയറൊക്കെ ഓക്കെ ആണോ, അതേപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റേസ് ചെയ്ത് നോക്കും. അതുപോലെ ഒന്ന് ചെറുതായിട്ട് മുന്നോട്ട് മൂവ് ചെയ്ത് ബ്രേക്ക് ഔട്ടി നോക്കും. അതുപോലെ പുക, സ്മോക്ക് നല്ലപോലെ വരുന്നുണ്ടോ, എഞ്ചിൻ ഓയിൽ കാര്യങ്ങൾ, കൂളൻറ്റിൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ട്. അതൊന്ന് വണ്ടി ഒരു 1 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഓക്കെയാണ്, ഇത് അതേപോലെ അധികം പഴക്കമില്ലാത്തതാണ്, നല്ല കണ്ടീഷനാണെന്ന് ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് ചിന്തിക്കില്ല. അല്ലെ, പിന്നെ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച്, എവിടെയൊക്കെ സിഗ്നൽസ് ഉണ്ട്, എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവും, എങ്ങനെയൊക്കെ പോയി കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നതിലേക്കായിരിക്കും ചിന്ത. അല്ലേ, കാരണം ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ആ വണ്ടിയുടെ മുകളിലൊരു വിശ്വാസം വന്നിട്ടുണ്ടാകും. ഇതേ രീതിയിൽ തന്നെയാണ് ട്രേഡിങ്ങിലും. സ്ട്രാറ്റജി ഫസ്റ്റിൽ ടെസ്റ്റ് ചെയ്ത് വൺസ് അത് ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ വിശ്വസിച്ച് അതിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സ് 1 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ് വിജയവും പരാജയവും ട്രേഡിങ്ങിൽ തീരുമാനിക്കപ്പെടുന്നത്. സോ അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങളോട്ട് പോവുക. ഒരിക്കലും സംശയം വെച്ചുകൊണ്ട് അതായത് ഒരു ബസ്സിൽ നിങ്ങൾ കയറുകയാണ്, ബസ്സിൻ്റെ ഡ്രൈവർ നല്ലതാണോ, അല്ല അയാൾക്ക് അയാൾ ഡ്രങ്ക് ആണോ, ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ഭയങ്കര പേടി, ഈ വണ്ടി ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് വണ്ടി മറിയും എന്നൊരു പേടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മാറിപ്പോവുക. അല്ലാതെ അങ്ങനെ പേടിച്ചുകൊണ്ട് ആ വണ്ടിയിൽ തന്നെ, ആ ബസ്സിൽ തന്നെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വണ്ടിയിൽ ആക്സിഡൻറ്റ് ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷയോടെ സംഭവിക്കുകയും ചെയ്യും. സോ സംശയാലുക്കളായിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ പോകാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. കോൺഫിഡൻസ് ആവുക, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക, അതിലൂടെ വിജയം നേടിയെടുക്കുക. ഓൾറൈറ്റ്, നമുക്ക് മറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇന്നത്തെ ഹൈലൈറ്റ്സ് പറയുകയാണെങ്കിൽ, TCSൻ്റെ
Q4 റിസൾട്ട് വരുന്നത് ഇന്നാണ്. സോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല, കാരണം TCSനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളാണ് ഇതുവരെയും വന്നിട്ടുള്ളത്. സോ നല്ലൊരു Q4 റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിൻ്റെ സമയം കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റിയിട്ടില്ല. ദെൻ ഭാരതി ഹെക്സാകോം എന്ന് പറഞ്ഞിട്ട് ഭാരതി എയർടെലിൻ്റെ തന്നെ ചിപ്പ് മേക്കിംഗ് സബ്സിഡറിയാണത്. അവർ ഇന്ന് ലിസ്റ്റിംഗ് ആണ് ഏപ്രിൽ 12 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. വളരെ പ്രതീക്ഷയുള്ള ഒരു IPO ആണത്. സോ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ദെൻ ഗ്രീൻ ഹൈടെക് IPO ഓക്കെ, ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ദെൻ ആസ്റ്റർ DMൻ്റെ അവരൊരു സ്പെഷ്യൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ആപ്പിൾ ഫോൺസിൽ ഒരു എന്താ പറയുക ഒരു സ്പൈവെയർ സ്പ്രെഡ് ആവുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. 92 രാജ്യങ്ങളിലേക്കാണ് ആപ്പിൾ കമ്പനി വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്പൈവെയർ തന്നെയാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതുവരെയും ഐഫോൺ ഉപയോഗിച്ചിട്ടില്ല. എനിക്കെന്തോ അതിനോട് അങ്ങനെ ഒരു കൗതുകം തോന്നിയിട്ടുമില്ല. ഇത് ലൈഫ് ടൈമിൽ എന്താ പറയുക ഒരാഴ്ചക്കാലത്തേക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ സ്വന്തമായി വാങ്ങിച്ചിട്ടോ അങ്ങനെ അതിന് അഡിക്ഷൻ ആവുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടോ ഇല്ല. അതിപ്പോഴാണ് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഐഫോൺ റെഗുലറായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര കൗതുകം തോന്നി എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഐഫോൺ യൂസേഴ്സാണ്. സോ അതാണ്. അപ്പോൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളുക. ദെൻ ഫിനിക്സ് മിൽസ് 27% ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് അവർ മൈഗ്രെയിൻ മാനേജ് ചെയ്യാനുള്ള ടാബ്ലറ്റും മെഡിസിനും ഒന്നുമല്ല, ഒരു വെയറബിൾ ഡിവൈസാണ് മാർക്കറ്റിൽ ജർമ്മനിയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഡോക്ടർ റെഡ്ഡിയെക്കുറിച്ചുള്ള നല്ലൊരു PVR ഐനോക്സിൻ്റെ എന്താ പറയുക ഒരു തിയേറ്റർ നമ്മുടെ കൊച്ചിയിൽ ഫോറം മാളിൽ വന്നിട്ടുണ്ട്. സോ നമ്മളെ കേരളത്തിനെ കുറിച്ചുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. മാത്രമല്ല PVR ഐനോക്സ് ഹോൾഡ് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ട്രിഡൻറ്റ് എന്താ പറയുക ഒരു 1.1 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വിക്രാങ്കി എന്നുള്ള ഈ സ്റ്റോക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. വക്രാങ്കി ഇത് നിഫ്റ്റി 50 ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ഇപ്പം അതൊന്നും ഇല്ല. അത് ഹോൾഡ് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഹ്യൂജ് ലോസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത്. സോ വക്രാങ്കി എന്താ പറയുക ഗ്ലോബൽ വൺ എൻ്റർപ്രൈസസുമായിട്ട് അവരുടെ OTT പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. മഹാരാഷ്ട്ര സീംലെസ് എന്താ പറയുക അവർക്ക് 647 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ONGC എന്താ പറയുക സീംലെസ് പൈപ്പ് സപ്ലൈ ചെയ്യാനുള്ള 44 ആഴ്ചകൾ കൊണ്ടാണ് ഈ പൈപ്പ് സപ്ലൈ ചെയ്യേണ്ടത്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ എന്താ പറയുക 10% ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്യാംസ് ഉണ്ടല്ലോ, ക്യാംസ് അവർക്ക് എന്താ പറയുക പേയ്മെൻറ്റ് ഗേറ്റ്വേ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് RBIയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ റേസർ പേ പോലെയുള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ മഹേന്ദ്ര ഇവിടെ നമ്മുടെ ഹരിയാനയിലുണ്ടായിരുന്ന സ്കൂൾ ബസ്സിൻ്റെ ആക്സിഡൻറ്റ് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. കാരണം ബസ് ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഓവർ സ്പീഡിൽ പോയി വണ്ടി മറിഞ്ഞിട്ട് 6 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. 20 പേര് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. പ്രിൻസിപ്പാളും ഡ്രൈവറും അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മൾ കേരളത്തിലിരുന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ആ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നല്ല, നമ്മളിവിടെ കാണുന്ന കാര്യങ്ങൾ പോലെയല്ല പുറത്തോട്ട് പോകുമ്പം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ ദുബായിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇന്ത്യയിലോട്ട് നോക്കി അഭിപ്രായങ്ങൾ പറയുന്നവർ പലതും കുറവാക്കി പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കമ്പയർ ചെയ്യുന്ന ദുബായി ആയിട്ടുള്ള ഒരു സംഭവത്തെയാണ്. ദുബായിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കേരളമൊക്കെ വളരെ മോശമാണ്. ഇനി കേരളത്തിലിരുന്ന് നോർത്തിലോട്ട് നോക്കുമ്പോൾ അതിനേക്കാളും മോശമാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേരളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർത്തിലൊക്കെ ഭയങ്കര ശോകമാണ് കാര്യങ്ങൾ. സോ എന്തായാലും വളരെ ഖേദകരമായ ഒരു സംഭവമായിപ്പോയി സ്കൂൾ ബസ് ആക്സിഡൻറ്റ്. ഇത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, പക്ഷേ ഇത് എന്നെ ഒന്ന് ടച്ച് ചെയ്ത ഒരു ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്.
ഗോൾഡിൻ്റെ പ്രൈസ് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. $2358 ഹൈ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഒരു സംഭവമല്ല, ബട്ട് ഇതിൽ എക്സ്പേർട്സ് പറയുന്നത് $2485 വരെയും വളരെ പെട്ടെന്ന് തന്നെ ഇത് കയറിപ്പോകും എന്നതാണ്. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് അവസാനിച്ചിരിക്കുന്നത് 2 പോയിന്റ് റെഡിലാണ്, ജസ്റ്റ് ഒരു ബ്രേക്ക് ഈവനായി. S&P 500 38 പോയിന്റ്സ് ഗ്രീനിലാണ്. നസ്ദാക്ക് 271 പോയിന്റ്സ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിക്കി 65 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ്, നിക്കി ജപ്പാൻ്റെ ആണ്. ഹാങ്സങ് ചൈനയുടെ 44 പോയിന്റ് റെഡിലാണ്. ഷങ്കായ് കോമ്പോസിറ്റ് അതും ചൈനയുടെ ആണ്, 6 പോയിന്റ് ഗ്രീനിലാണുള്ളത്. STI ജസ്റ്റ് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. കോസ്പി അതേപോലെ തന്നെ 9 പോയിന്റ് റെഡിലാണുള്ളത്. കൂടുതൽ ഇൻഡെക്സുകളും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,714 ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്ന് പറയാം. കാരണം ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 715 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇന്ന് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് അറ്റ് ദ മൊമെൻറ്റ് 22,679 ട്രേഡിംഗ് നടക്കുന്നത്. അതായത് 35 പോയിന്റ് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് 35 പോയിന്റ് താഴോട്ടാണ് പോയിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് 724. അതുപോലെ ഡേ ലോ വന്നിരിക്കുന്നത് 664. സോ ഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് ചെറുതായിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. സോ നോക്കാം എന്താണ്. നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി കിട്ടുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. ദെൻ ഇന്നത്തെ വരാനുള്ള ഈവൻസ് നോക്കുകയാണെങ്കിൽ കൊറിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, കൊറിയ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ചൈന എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഡാറ്റ വരാണ്ട് ഇയർ ഓൺ ഇയർ, ചൈന ബാലൻസ് ഓഫ് ട്രേഡ് മാർച്ച് മാസത്തെ ഡാറ്റ വരാണ്ട്, ജർമ്മനി CPI, UK ഗുഡ്സ് ട്രേഡ് ബാലൻസ് നോൺ EU, UK GDP മന്ത് ഓൺ മന്ത്, GDP 3 മന്ത് ആവറേജ്, ഈ 2 വരാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയാണിത്. UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, UK ഗുഡ്സ് ട്രേഡ് ബാലൻസ് ഫെബ്രുവരി ഡാറ്റ. ഇത് കൂടാതെ ഇന്ത്യയുടെ 3-4 ഇവൻറ്റുകൾ ഇന്ന് വരാണ്ടെല്ലാം കൂടി ഇവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സോ ദെൻ നമ്മൾ ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ TCSൻ്റെ റിസൾട്ട് ഇന്നാണ്. ആനന്ദ് രതി വെൽത്ത്, ഈ 2 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. സോ TCS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇന്ന് F&O ബാൻ ഉള്ള സ്റ്റോക്കുകൾ ബാൽറാം ചിനി മിൽസ്, എക്സൈഡ് ഇന്ത്യ, ഹിന്ദ് കോപ്പർ, ഐഡിയ അതായത് വോഡാഫോൺ ഐഡിയ, ഇന്ത്യ സിമെൻറ്റ്, നാഷണൽ അലുമിനിയം, സെയിൽ, സീൽ, 8 സ്റ്റോക്കുകൾ ഇന്ന് F&O ബാനിലുണ്ട്. ഇതൊന്നും ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നോർമലി ഇതൊന്നും ട്രേഡ് ചെയ്യാറില്ല. സോ ആരെങ്കിലും അങ്ങനെ F&O ഈ സ്റ്റോക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് ഒഴിവാക്കുക. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. എങ്കിൽ കൂടി മൊത്തത്തിൽ കഴിഞ്ഞ ദിവസം 2,941 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മാസം മൊത്തം നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,335 കോടിയുടെ സെല്ലിംഗ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,891 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 3,555 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം പമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും നെറ്റ് സെല്ലേഴ്സാണ്. സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. വരും ദിവസങ്ങളിലൊരു കറക്ഷൻ ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല. നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഓപ്പണായത് 22,723 33 പോയിന്റ് ലാഭത്തിൽ 22,754 ക്ലോസ് ചെയ്തത്. 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ്. 5 ദിവസം കൊണ്ട് നിഫ്റ്റി 299 പോയിന്റിൻ്റെ ഗ്രോത്താണ് ഉണ്ടായി, 1.33%. ഇനി ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ആണെങ്കിലും ഇതേ സംഭവം തന്നെയാണ്. ഇതേപോലെ ഇന്നലെ നിഫ്റ്റിയിൽ എന്താ പറയുക നോർമൽ CPR ആയിരുന്നു. അതുപോലെ ഇന്നലെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണുള്ളത്. സോ അവിടെ എന്തെങ്കിലും സ്മെല്ല് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? നാരോ CPR ആണ് ഇന്നലെ വിർജിൻ CPR ആയിരുന്നു. രണ്ടും കൂടി കോമ്പിനേഷൻ വരുമ്പം ഒരു ഹൈ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വരാനാണ്, ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടാനാണ് സാധ്യത. ഇന്ത്യ വിക്സ് പക്ഷേ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ 2.2% വർദ്ധിച്ചിട്ട് 11.11 ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത്.
സോ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് കുറച്ച് കുറവാണ് കാണിക്കുന്നത്. എന്നാലും ഈ CPRൻ്റെ കോമ്പിനേഷൻസ് എനിക്ക് തോന്നുന്നു നല്ലൊരു റിസൾട്ട് തരും എന്നുള്ളത്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 1.22 ആണ് പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത്. കോൾ സൈഡിൽ 23,200 69 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 23,200 എവിടെയാണ് വരുന്നത്? നമ്മൾ മന്ത്ലി പ്രിഡിക്ഷൻസ് അല്ലെങ്കിൽ മന്ത്ലി റാസ് ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ 23,199 എങ്ങാണ്ടാണ് നമ്മുടെ ടോപ്പ് മാക്സിമം വരുന്നത് ഏപ്രിൽ മാസത്തേക്ക്. സോ അതിൻ്റെ മുകളിലാണ് കോൾ റൈറ്റിംഗ് നല്ല രീതിയിൽ നടന്നിരിക്കുന്നത്. അതേപോലെ പുട്ട് റൈറ്റിംഗ് 22,700 33 ലക്ഷമേ പുട്ട് റൈറ്റിംഗ് ഉള്ളൂ. കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ. അപ്പം മാർക്കറ്റ് 23,200 മുകളിലോട്ട് കൊണ്ടുപോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107 പോയിന്റ് പ്രോഫിറ്റിൽ 48,987 ക്ലോസ് ചെയ്തത്. ഫിൻനിഫ്റ്റി ഇന്നലെ 30 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് 21,718. സെൻസെക്സ് 84 പോയിന്റ് പ്രോഫിറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് 75,038. 75,000 മുകളിൽ ക്ലോസിങ് കിട്ടുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും സെൻസെക്സ് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഉണ്ടാവും തോന്നുന്നു. ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് കണ്ടിട്ട് നമുക്ക് ഇന്ന് ഫ്രൈഡേ ആണ്, മോസ്റ്റ് പ്രോബ്ലി വലിയൊരു സംഭവം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മിഡ് ക്യാപ്പ് 10,979 ക്ലോസ് ചെയ്ത് 75 പോയിന്റ് ഗ്രീനിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ഇതിനിടയിൽ ഞാനൊന്ന് പറയട്ടെ. ഈ ഓരോ മാസത്തേക്കും നിഫ്റ്റിയുടെ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കണക്കുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഹോളിഡേയ്സ് ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ ചില ദിവസം മെഗാ റാലി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കല്ല് ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിക്കേണ്ടത് 10 ദിവസം കൊണ്ടാണെങ്കിൽ ജോലിക്കാരെല്ലാവരും കൂടി 10 ദിവസം കൊണ്ട് ആ കുന്നിൻ്റെ മുകളിൽ എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ 5 ദിവസം ലീവായിട്ട് അവധിയായി പോയി, പിന്നെ ഈ കല്ല് 4 ദിവസം കൊണ്ട് തള്ളി അതിൻ്റെ മുകളിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരും. അപ്പം ഭയങ്കരമായിട്ട് സ്പീഡിൽ ഇത് തള്ളിക്കൊണ്ടുവരും. അതേ രീതിയിൽ ഇൻഡെക്സുകളിൽ നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് പലപ്പോഴും കാണാറുണ്ട്. ഈ മാസം നമുക്ക് ഹോളിഡേയ്സ് ഇപ്പോൾ 2 ഹോളിഡേയ്സ് വന്നു, ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട് 27-ാം തീയതി. സോ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ നിഫ്റ്റിയെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ട്രേഡിൽ എങ്ങനെയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണിന്ന്, അപ്പോൾ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇന്നത്തെ നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് മാർക്കറ്റ്. ഓവറോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 75,000 എന്നുള്ള ആ ഒരു ലെവൽ തന്നെയാണ്. 75,000 മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 74,990 962 റേഞ്ചിലാണ് നോ ട്രേഡ് സോൺ ഉള്ളത്. നോ ട്രേഡ് സോണിൽ നിന്ന് മുകളിലോട്ടാണ് CPR നമുക്ക് കാണിച്ചു തരുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു അപ്വേർഡ്സ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്. ഇനി കഴിഞ്ഞ ദിവസത്തെ ഡാറ്റയായിട്ട് ഇന്നത്തെ ഹൈ ആൻഡ് ലോയും ഇന്നലത്തെ ഹൈ ആൻഡ് ലോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്നാണ് മാർക്കറ്റ് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത്. അതായത് ഒരു വൊളാറ്റൈൽ മാർക്കറ്റ്, വലിയൊരു സ്വിങ്ങുകൾക്കുള്ള സാധ്യതയാണ് ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇന്നലത്തെ ഡേ ഹൈ വന്നിരിക്കുന്ന ഒരു സ്പൈക്കിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി, അതായത് നമ്മുടെ 75,100 എന്ന ലെവലിനെ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരികയാണ് ചെയ്തത്. സോ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണ് ക്ലോസിംഗ് ഉള്ളത്. 75,000 എന്നൊരു സൂപ്പർ സപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഈവൻ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ്. കാരണം ഇവിടെ CPRും ഇതും അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ളത് മീൻസ് റെയർ കേസ് സിനാരിയോയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് താഴോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ ഇന്ന് എന്തായാലും ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ റേഞ്ച് അതുകൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല വൊളാറ്റൈലായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് പോകാനുണ്ടാവുക. സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റിലെ ഹോളിഡേയ്സ് വരുമ്പോൾ ആ ദിവസത്തെ മൂവ്മെൻറ്റ് കൂടി അത് കവർ ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് ഏകദേശം ഒരു വൊളാറ്റൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഹെവി മൂവ്മെൻറ്റിലുള്ള സാധ്യതയാണ് കാണുന്നത്. അതെങ്ങോട്ടായിരിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സെൻസെക്സ് 75,000 എന്ന റേഞ്ചിലേക്ക് കയറി വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ്. സോ അവിടെ ഒരു ഓൾ ടൈം ഹൈ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 75,124.
അവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഇത്രയും പീക്കിൽ നിൽക്കുന്ന മാർക്കറ്റ് സെൻസെക്സ് ആദ്യമായിട്ട് ഒരു പീക്കിൽ വന്നപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമ്മൾ നോക്കിക്കാണണം. എന്തായാലും 75,000 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഒരു അപ്വേർഡ്സ് മൂവ്മെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നല്ല രീതിയിൽ 75,500 വരെയൊക്കെ മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് വീഴുകയാണെങ്കിൽ 74,600 വരെയൊക്കെ പോകാനുള്ള ആ ഒരു സംഭവം കൂടി, ഏകദേശം ഒരു 900 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. 75,500 മുതൽ 74,600 വരെ 900 പോയിൻറ്റ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ ടച്ച് ചെയ്യുള്ളൂ കേട്ടോ. രണ്ടും വളരെ അപൂർവം കേസുകളിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ലോവർ സൈഡ് ടച്ച് ചെയ്യുന്നിട്ട് തിരിച്ച് പരമാവധി വന്നാലും നോ ട്രേഡ് സോൺ വരെയൊക്കെ വരുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് താഴെ നിന്ന് മുകളിൽ വരെയും മുകളിൽ നിന്ന് താഴെ വരെയും പോവില്ല. ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് അപൂർവം ദിവസങ്ങളിൽ കിട്ടാറുണ്ട്. പക്ഷെ എല്ലാ ദിവസവും രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ടച്ച് ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ 75,000 എന്നുള്ള സപ്പോർട്ടിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ 75,500 വരെയുള്ള ഒരു റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. റാസ് ലെവൽസിൻ്റെ ഇത് പ്രകാരമാണെങ്കിൽ 75,282 ഒരു ഹയർ സൈഡിലേക്ക് പോകാനുള്ള മാക്സിമം റേഞ്ച്. പക്ഷേ ഡേയുടെ ലിമിറ്റ് മുകളിലാണ്, അതിനേക്കാൾ മുകളിലാണുള്ളത്. സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് റാസ് ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. താഴോട്ട് പോകുകയാണെങ്കിൽ 74,600 ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ അല്ല, മിനിഞ്ഞാന്നത്തെ ഡേ ലോ ആയിരിക്കും നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയില്ല. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ദെൻ കൂടുതൽ എന്താ പറയുക, നമുക്ക് സെൻസെക്സിൻ്റെയും മറ്റ് ഓവറോൾ മാർക്കറ്റ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 22,875 വരെയും മാർക്കറ്റ് ഏറ്റവും ചുരുങ്ങിയത് പോകേണ്ടതാണ്. 875 വരെ, അതൊരു 23 എന്ന ഒരു ലെവലിന് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതും കണ്ടറിയണം. ഇനി ഇവിടെ 23,207 റാസ് ലെവൽസ് നമുക്ക് തരുന്ന ഈ മാസത്തെ ടാർഗറ്റ്. സോ നോക്കാം എവിടെയാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് എന്നുള്ളത്. സെൻസെക്സിൽ അതേ രീതിയിൽ തന്നെയാണ്. ഒരുപാട് സെൻസെക്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 75,298, 75,300 എന്നൊരു ലെവലിലേക്ക് ഇന്നത്തെ നമ്മുടെ റാസ് ലെവൽസിൽ റേഞ്ച് വന്നിരിക്കുന്നത് 275,282. മന്ത്ലി ടാർഗറ്റ് ആണെങ്കിൽ എത്തേണ്ടത് 75,298. സോ മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു റേഞ്ചിലായിരിക്കും റിജക്ഷൻ ഉണ്ടാവുക എന്ന് തോന്നുന്നു. ദെൻ താഴോട്ട് പോകുകയാണെങ്കിൽ 74,850 ഒരു സപ്പോർട്ടുണ്ട്. അതേപോലെ 74,260 എല്ലാം അവിടെ 74,600 നമ്മൾ ലോവർ ലെവൽ റേഞ്ച് കിട്ടിയിട്ടുള്ളത്. സോ നോക്കുക 75,000 മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയൊക്കെ അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്നതൊക്കെ ബോണസാണ് ഈ മാസത്തെ. നോക്കാം എത്രത്തോളം പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു പ്രീ മാർക്കറ്റ് സെഷനിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വൈകുന്നേരം കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ ഈവനിങ് വീഡിയോയിൽ തരാം. അതുവരേക്കും അപ്പോൾ ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. യു ടേക്ക് കെയർ ആൻഡ് ബൈ.